ഹായ്, ബിൻസി സജി ക്വീൻസ് കളക്ഷൻസ് ചെറുപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസ് കളക്ഷൻസ് തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാറ്റേൺ 3-piece സെറ്റ് ആണ്, ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ കാണിക്കുന്നത് ജാക്കറ്റ് മോഡലിൽ വേറെ ചെയ്യാൻ പാകത്തിനുള്ള കുർത്തിയാണ്. ഈ രണ്ട് പാറ്റേണും നല്ല ഭംഗിയായിട്ട് തന്നെ വേറെ ചെയ്യാൻ പാകത്തിനാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ വിചിത്ര സിൽക്കിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്കിന്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഓണിയൻ പിങ്കിന്റെയും അതുപോലെ തന്നെ ലോട്ടസ് പിങ്കിന്റെയും ഒരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന കളറുണ്ട്. നല്ല ഭംഗിയുള്ള കളറാണ്. അത്യാവശ്യം ഒരു റെയർ കളറായിട്ട് നിൽക്കുന്ന കളറുണ്ട്. നല്ല ഭംഗിയാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് വരുമ്പോഴത്തേക്കും നെക്ക് വരുന്നത് യൂനെക്കാണ് ഞാൻ വേറെ ഇരിക്കുന്നത്. സെയിം പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഓപ്പോഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. പിങ്കിന്റെയും ഗ്രീന്റെയും കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ലൈൻ പാറ്റേണിൽ സീക്വൻസ് വർക്കും കൂടി ചെയ്തിട്ട് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന സീക്വൻസ് വർക്കാണ്. താഴേക്ക് വരുമ്പോഴത്തേക്കും സ്ലിറ്റഡ് ആണ്, ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് 3/4 ആണ്, സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കൂടെ ഇതുപോലെ ദുപ്പട്ട വന്നിട്ടുണ്ട് കേട്ടോ. സെയിം കളർ ടോണിൽ തന്നെയാണ് ദുപ്പട്ടയ്ക്കകത്ത് ഇൻസൈഡ് പോർഷനിൽ സ്പ്രെഡഡ് ആയിട്ട് വരുന്ന മെഷ് എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ആയിട്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഫ്ലോറൽ പ്രിന്റ് അല്ല, ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ട് വരുന്ന സീക്വൻസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. 2 സൈഡ്സും സ്കാൽപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ക്ലോസറ്റ് പിക്ക് കാണിച്ചത് കേട്ടോ. അതുപോലെ തന്നെ ബോട്ടം വരുമ്പോൾ സാൻതൂണിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ലൂസ് ബോട്ടം കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ്, ഇതാണ് ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ സെയിം തന്നെ കളർ ടോണിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇതുപോലെ വേസ്റ്റ് ലൈൻ എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ലൂസ് ഉള്ള ബോട്ടം ആണ്. ഒരു 38 ഇഞ്ച് ലെങ്ത്തിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ടോപ്പ് വരുമ്പോഴത്തേക്ക് ഒരു 46-47 ഇഞ്ച് ലെങ്ത്തിലാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ഇതിന്റെ കൂടെ പെയർ ചെയ്യുന്ന ദുപ്പട്ടയാണെങ്കിൽ 2.25 മീറ്റർ ആണ് ലെങ്ത് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1150. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ അതും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്, നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ത്രെഡ് മെഷ് എംബ്രോയിഡറിക്ക് യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡിന്റെ കളർ വരുന്നത് ബ്ലൂവിന്റെ കോമ്പിനേഷൻ ആണ്. ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവിന്റെ കൂടി കോമ്പിനേഷൻ ആണ്. അതിന്റെ ഒപ്പം തന്നെ ഗ്രീൻ കളർ കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ അതും നെക്ക് യൂനെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഓപ്പോഷനിൽ അത്യാവശ്യം ഹെവി ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ് മെഷ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ആയിട്ട് വരുന്ന സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ഉണ്ട്, സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ്. ഇതിന്റെ കൂടെ ഇതുപോലെ ദുപ്പട്ട വരുന്നുണ്ട്. ദുപ്പട്ട നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിന്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് ഈ ദുപ്പട്ട തന്നെയാണ്. ഫുള്ളായിട്ട് മെഷ് എംബ്രോയിഡറി ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ആയിട്ട് വരുന്ന സീക്വൻസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. 2 സൈഡ്സിലും സ്കാലപ്പും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബോട്ടം വരുമ്പോൾ സാൻഡൂൺ മെറ്റീരിയലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ക്ലോസറ്റ് വ്യൂ. ബ്ലൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പീകോക്ക് ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. പീകോക്ക് ബ്ലൂ ആൻഡ് നേവി ബ്ലൂ അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. വിചിത്ര സിൽക്കിൽ വരുമ്പോൾ മെറ്റീരിയൽസിന് എപ്പോഴും ചെറിയൊരു ഷൈനിങ് ഉണ്ടാവും. ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1150. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് തന്നെയാണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ല മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡിലാണ്. ഈ കളർ ചിലപ്പോൾ കുറച്ച് റെഡിഷ് ആയിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. റെഡ് അല്ല, മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. മെറ്റീരിയൽ വിചിത്ര സിൽക്ക് തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ ഇതുപോലെ യൂനെക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓപ്പോഷനിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സ്ക്വയർ ബോക്സ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ടയാണെങ്കിലും അത്യാവശ്യം ലെങ്തോടുകൂടി തന്നെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. സ്പ്രെഡഡ് ആയിട്ട് വരുന്ന മെഷ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയിലും ലൈറ്റ് ആയിട്ട് വരുന്ന സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബോട്ടം വരുമ്പോൾ സാൻതൂണിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ലൂസ് ബോട്ടം കൺസെപ്റ്റിൽ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. വിചിത്ര സിൽക്കിൽ അതും ബഡ്ജറ്റ് ബൈ റേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1150. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ജാക്കറ്റ് മോഡലിൽ നമുക്ക് വേറെ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. നല്ല സ്റ്റൈലായിട്ട് തന്നെ വേറെ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അതും റിങ്കിൾ റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഇൻസൈഡ് പോർഷനിൽ കുർത്തിയുടെ കളർ വരുമ്പോഴത്തേക്കും ഡാർക്ക് ഗ്രേ പോയിൻ ഷെയ്ഡാണ്. നമ്മുടെ ജാക്കറ്റിന്റെ കളർ വരുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രേ പോയിൻ ഷെയ്ഡിലായിട്ട് ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇൻസൈഡ് പോർഷനിലെ കുർത്തി വരുമ്പോൾ ഇതുപോലെ യൂണിക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അതൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സെപ്പറേറ്റഡ് ജാക്കറ്റ് അല്ല കേട്ടോ.
അതുപോലെ തന്നെ നമ്മുടെ ഇൻസൈഡ് പോർഷനിൽ സ്മോക്കി വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ, നമ്മുടെ ഈ ഒരു പോർഷൻ വരെ ഈ ജാക്കറ്റ് അറ്റാച്ച് ചെയ്തിരിക്കണം കേട്ടോ. അതിനുശേഷം ഇതുപോലെയാണ് വരുന്നത്. ഇൻസൈഡ് പോർഷനിൽ ഈ ഒരു പോർഷനിൽ കട്ടിങ് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ വിതൗട്ട് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സീസണിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആണ്. അതും റിങ്കിൾ റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. ക്ലോസപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ജാക്കറ്റിൻ്റെ കളർ വരുമ്പോൾ കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. കുർത്തിയുടെ കളർ വരുമ്പോൾ ഡാർക്കായിട്ട് നിൽക്കുന്ന കളറാണ്. ഇൻസൈഡ് പോർഷനിൽ ഇതുപോലെ സ്മോക്കി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജാക്കറ്റ് നമുക്ക് ഇവിടെ വരെ ഇത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ജാക്കറ്റാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഇത് വരുന്നത്. ഇൻസൈഡ് പോർഷനിലേക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അകത്ത് ലൈനിങ്ങിൻ്റെ ഒട്ടും ആവശ്യമില്ല കേട്ടോ, കാരണം അത്ര സീപ്രൂ ആവുന്ന ടൈപ്പിലല്ല വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷൻ ആണെങ്കിലും ഇതുപോലെ നല്ല ഫ്ലെയറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 46-47 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വരുന്നത് 799. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിൽ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഇൻസൈഡ് പോർഷനിലെ കുർത്തി വരുമ്പോൾ ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. ജാക്കറ്റ് വരുമ്പോഴത്തേക്കും ബ്ലാക്ക് തന്നെയാണ് ബേസ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ കുറച്ചും കൂടി ഡാർക്ക് ബ്ലാക്ക് ആണ്. ജാക്കറ്റിന്റെ പോർഷൻ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് വരുന്ന ബ്ലാക്ക് വന്നിട്ട് അതിൻ്റെ ഒരു ഓഫ് വൈറ്റിന്റെയും അതുപോലെ തന്നെ റെഡിന്റെയും കളറിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഈ കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. നെക്ക് വരുമ്പോഴത്തേക്കും യൂണിക്കാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ സ്മോക്കി വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ജാക്കറ്റ് ഈ ഒരു പോർഷൻ വരെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഡോറീസ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ആണ് വന്നിരിക്കുന്നത്. ഈ ജാക്കറ്റ് ഫുള്ളായിട്ട് അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. ഇൻസൈഡ് പോർഷൻ വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഒട്ടും സീത്രൂ ആവുന്ന രീതിയിലല്ല കേട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതും നല്ല ഭംഗിയാണ് കേട്ടോ. താഴേക്ക് വരുമ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് സ്ലീവ് വന്നിരിക്കുന്നത്. ഇതാണ് മെറ്റീരിയൽ. റിങ്കിൾ റയോണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനായിട്ട് വന്നിരിക്കുന്നത്. അതും ഈ കളർ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ക്ലോസപ്പിൽ എപ്പോഴും കാണിക്കുന്നത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അതിൻ്റെ പിക്സൊക്കെ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ എല്ലാം കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് ലോങ് ഡിസ്റ്റൻസിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ക്ലിയർ ആകാൻ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ക്ലോസപ്പിൽ എപ്പോഴും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 799. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് 2 പാറ്റേണിൽ വരുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് കാണിച്ചത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിന്റെ കളക്ഷനാണ്. അതും വിചിത്ര സിൽക്ക് മെറ്റീരിയൽ നല്ല ഭംഗിയായിട്ട് തന്നെ വേറെ ചെയ്യാൻ പാത്രമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് റെഗുലർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു സെമി പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു പാറ്റേണിൽ വരുന്ന കുർത്തി സെറ്റാണ് ഫസ്റ്റ് കാണിച്ചത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് ജാക്കറ്റ് മോഡലിൽ വേറെ ചെയ്യാൻ പാത്രമുള്ളതാണ് കേട്ടോ. അതും റിങ്കിൾ റയോൺ മെറ്റീരിയലാണ്. നമ്മൾ ഈ ഒരു സീസണിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള 2 കളർ ഷെയ്ഡ്സിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ റിങ്കിൾ റയോൺ ഒക്കെ ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് അതിന് ശേഷം മാത്രം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യട്ടെ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ടും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.